Yes, Pastor, we can hear you. Okay. Again, praise the Lord. I thank Praise God the Lord. for this. I thank God for this moment. ഈ ഒരു നല്ല നിമിഷം ദൈവം നമുക്ക് നൽകിയതിനായി ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. Really, I'm so blessed to find you, children of God. നിങ്ങളുടെ ഏവരുടെയും കൂടെ ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചതിന് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഭാഗ്യവാനാണ്. It wasn't my intention, it wasn't my program, but it was God's program. ഇത് എന്റെ ഉദ്ദേശമല്ലായിരുന്നു. ഞാൻ എന്റെ പർപ്പസ് അല്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചാണ് ഇത് നടക്കുന്നത്. I know there are a lot of pastors that you have. Some of you are pastors, others you are beyond pastors. I don't know, but I thank God that He has granted me a chance to speak with you tonight. നിങ്ങളിൽ ചിലരൊക്കെ പാസ്റ്റർമാരും ദേവദാസന്മാരും ഒക്കെയാണ്. എങ്കിലും നിങ്ങളുടെ മുന്നിൽ ദൈവവചനമായിട്ട് വരുവാൻ ദൈവം സഹായിച്ചതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. You know, there are a lot of words, there are a lot of preachers, there are a lot of what, but what I can tell is you only one. When God brings a word, He brings a word that you need. You don't know who is going to bring that word, but God has to bring it, whether from the pastor from Africa or any other country. But God has to bring your word the way He can. പല ദൈവവചനങ്ങളും ഒക്കെ ഉണ്ട്. പലരുടെയും നിന്ന് ദൈവശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. എങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ദൈവവചനം ദൈവം നമുക്ക് ഓരോ പാസ്റ്റർമാരിൽ നിന്ന് ദൈവം നമുക്ക് നൽകുന്നതാണ്. അത് ആഫ്രിക്കയിൽ നിന്നാവാം, നമ്മുടെ രാജ്യത്തിൽ നിന്നൊക്കെ ആവാം. പക്ഷെ അത് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചായിരിക്കും. Praise God. Amen. Praise the Lord. Yeah, today I don't know, you have been fasting for 3 days. ഇന്ന് നിങ്ങൾ എല്ലാവരും 3 ദിവസമായിട്ട് ഉപവാസത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And I asked God, what can I tell these people? And God gave me what to tell you people. ഞാൻ ദൈവത്തോട് ആലോചന ചോദിക്കുമായിരുന്നു. നിങ്ങളോടൊക്കെ 3 ദിവസമായിട്ട് ഉപവാസം ഇരിക്കുന്നു, നിങ്ങളോട് ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന്. അത് എന്നോട് ദൈവം സംസാരിച്ചു. Thank you for serving God. ദൈവത്തിനെ നിങ്ങൾ സെർവ് ചെയ്യുന്നതിൽ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദിയുണ്ട്. I honor all pastors in this place. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഓരോ ദൈവദാസന്മാരെ ഞാൻ ഓണർ ചെയ്യുന്നു. Everyone in his or her category. ഇവിടെ ആയിരിക്കുന്ന ദേവദാസനും ദേവദാസിമാരെയും ഞാൻ ഇന്ന് അഭിനന്ദിക്കുന്നു. We are going to talk about few words tonight. ഇന്ന് നമ്മൾ ഇവിടെ ചില കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ പോകുന്നു. But I need your ears, your inner ears and outer ears. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടും പുറത്തുള്ള നിങ്ങളുടെ ചെവി കൊണ്ടും അതേപോലെ തന്നെ നിങ്ങളുടെ അകത്ത് നിങ്ങൾ കേൾക്കണം. You may not, these words may not be only for you, but you can pick your own word. ഈ വാക്കുകൾ നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാകാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷെ അത് നിങ്ങൾ ഓരോന്ന് പിക്ക് ചെയ്തെടുക്കാം അതിൽ നിന്ന്. This is my second time preaching to people from Asia. ഇത് എന്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഏഷ്യയിൽ നിന്നുള്ള പ്രിയപ്പെട്ടവരുടെ കൂടെ ദൈവവചനം സംസാരിക്കുന്നത്. എന്റെ രണ്ടാമത്തെ പ്രാവശ്യമാണ്. Really, I'm so blessed. ആയതുകൊണ്ട് ഞാൻ ഒത്തിരി ഭാഗ്യവാനാണ്. I will not delay because of time. I'm sorry, excuse me. I want to delay because of time. I will not delay. No, I will not take too much longer. Okay. ഞാൻ ഒത്തിരി സമയം നിങ്ങളുടെ നിന്ന് എടുക്കത്തില്ല. But I would like to know how many minutes have you given me? Pastor, you have time till 10 o'clock. To how many? 30 minutes or 45 as the Lord keeps you. Okay. Thank you. Yeah. At the moment you give me 40, I will use 30. Okay. Yeah. Our theme for today. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. Our theme says we belong to God.
നാം ഓരോരുത്തരും ദൈവത്തിൻ്റെതാണ്. You people tell your friend that we belong to God. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കൂട്ടുകാരോട് ഞാൻ ദൈവത്തിൻ്റെതാണ് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. We are children of God. നമ്മൾ ദൈവത്തിന്റെ പൈതങ്ങളാണ്. No one should deceive you that God doesn't know you. നിങ്ങളോട് ആരും ഇങ്ങനെ പറയാൻ ഇടവരരുത്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല എന്ന് പറയാൻ ഇടവരരുത്. In Jeremiah chapter 1 verse 5 says, God knows you before you were in your mother's womb. യെരമ്യാവ് 1:5 ഇങ്ങനെ ദൈവവചനം പറയുന്നു, നിങ്ങളെ ദൈവം നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതലേ നിങ്ങളെ ദൈവം അറിയുന്നു. I don't matter which country are you coming from. I don't matter how old are you. I don't matter how much you have on your account. But what I can tell you is that you belong to God. നിങ്ങൾ ഏത് രാജ്യത്ത് നിന്നാണെന്നോ നിങ്ങൾ ഏത് വർഗക്കാരാണെന്നോ ഒന്നും ഇതിലൊരു പ്രശ്നമല്ല. നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ നിന്നാണ് വരുന്നത്. No matter which circumstances you are passing through, no matter how many people are going to be killed by COVID-19, no matter how many people are dying, but you believe you belong to Jesus Christ, our Savior. ഏത് കാര്യത്തിലാണേലും നിങ്ങൾ എത്ര പേര് ഇവിടെ COVID-19 കാരണം മരിച്ചതാണേലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാണ്. Let me tell you, my brothers and sisters. ഞാൻ നിങ്ങളോട് പറയട്ടെ എന്റെ സഹോദരി സഹോദരന്മാരെ, we have a good and a huge hope after this earth. നമുക്ക് ഒരു വലിയ പ്രത്യാശയുണ്ട്, ഇതിനു ശേഷം നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. We believe that we have another place that we are going into. ഇതിനു ശേഷം നമ്മൾ ഒരു നല്ല ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമെന്ന് നമുക്കൊരു പ്രത്യാശയുണ്ട്. Our belief and our hope doesn't stop on this earth. നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും ഇവിടെ ഈ ഒരു ഭൂമിയിൽ നിൽക്കുന്നതല്ല, തീരുന്നതല്ല. We have a place where we are going. നമ്മൾ പോകുന്ന ഒരു സ്ഥലമുണ്ട്. When Jesus was going to heaven, യേശു സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന സമയത്ത് he promised us that he's going to prepare our seats. യേശു ഇതേപോലെ ഒരു വാഗ്ദത്തം ചെയ്തു, നമുക്ക് വേണ്ടി ഒരു സ്ഥലം സ്വർഗ്ഗത്തിലെ യേശു നമുക്ക് ഒരുക്കും എന്ന് ഒരു വാഗ്ദത്തം ചെയ്തായിരുന്നു. That's why I am always having that hope that there is another place after this earth. ഇതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഈ ഭൂമിക്ക് ശേഷം നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. When people are scared of COVID-19, when people are scared of HIV/AIDS, when people are scared of cancer, when people are scared of hepatitis, but me, I'm not scared. I know God created me and knows me well. നമ്മുടെ ചുറ്റും നോക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരും COVID-19 മൂലം എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസും ക്യാൻസറും എന്നീ രോഗങ്ങൾ കാരണം ഭയന്ന് ആയിരിക്കുമ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട്, എനിക്കൊരു ഉറപ്പുണ്ട്, എന്നെ സൃഷ്ടിച്ചത് എന്റെ ദൈവമാണെന്ന്. And I want to tell you this tonight. ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഇന്ന് രാത്രി സംസാരിക്കാനുണ്ട്. You to be here is not an accident. ഇന്ന് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ഒരു അബദ്ധമല്ല. You to be born again is not an accident. നിങ്ങൾ ഓരോരുത്തരും വിശ്വാസത്തിലേക്ക് വന്നത് ഒരു ആക്സിഡന്റ് അല്ല, ഒരു അബദ്ധമല്ല. To believe Jesus Christ as your Savior, it wasn't an accident. നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് ഒരു അബദ്ധമല്ല. It was God's plan. അതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. And God has the good plan for you, I tell you tonight. ദൈവത്തിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു നല്ലൊരു പദ്ധതി ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. There are good plans ahead of you. ദൈവത്തിന് നിങ്ങളെ പറ്റി നല്ല പ്ലാൻസ് നിങ്ങൾക്ക് വേണ്ടി മുന്നിലേക്കുണ്ട്. Don't be scared. People will die, people will suffer, but God will make you to pass through that circumstances. മനുഷ്യരാണെങ്കിൽ മരിച്ചു പോകും, മനുഷ്യര് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകും. എന്നാലും നിങ്ങൾ അവിടെ പതരരുത്. ദൈവം നിങ്ങൾക്ക് അതിൽ കടക്കുവാൻ ഒരു വഴി തരും. You may lose your best friends. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ നഷ്ടമായേക്കാം. God will not leave you. പക്ഷെ ദൈവം നിങ്ങളിൽ നിന്ന് മാറിപ്പോകത്തില്ല. Let me tell you this. ഞാൻ നിങ്ങളോട് ഈ ഒരു കാര്യം പറയട്ടെ. We don't love God better than the way he loves us.
നമുക്ക് നാം ഓരോരുത്തരും ദൈവത്തെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് സ്നേഹിക്കുന്നില്ല. We don't love God better than the way he loves us. I tell you this. നാം ഓരോരുത്തരും ദൈവത്തെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Because if we can love our children, the Bible tells us that if we can love our children and yet we are bad. ബൈബിൾ ഇങ്ങനെ പറയുന്നു, നമുക്ക് നമ്മുടെ മക്കളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമെങ്കിലും നമ്മൾ എന്നാലും നമ്മൾ തീയതായ പ്രവർത്തിക്കുകയാണെങ്കിൽ, we have bad hearts inside of us. We have hypocrite. We have everything bad with us. നമ്മുടെ ഉള്ളിൽ നമ്മൾ തീയതായിട്ടുള്ള പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, but our God is very pure. പക്ഷേ നമ്മുടെ ദൈവം ഒരു വിശുദ്ധനായ ദൈവമാണ്. Our God is so neutral. നമ്മുടെ ദൈവം ഒരു പക്ഷപാതമില്ലാത്ത ഒരാളാണ്. If God is planning to do for you something, he doesn't matter whether you are big or small, or whether handsome or beautiful, whether ugly or from poor family. God chooses everyone according to his or her wish. നിങ്ങൾ ചെറിയവനാണോ വലിയവനാണോ, നിങ്ങൾക്ക് പണമുണ്ടോ ഇല്ലയോ, അതൊന്നും ദൈവത്തിന് ഒരു കാര്യമേ അല്ല. ദൈവം നിങ്ങളുടെ അതിനനുസരിച്ച്, ദൈവത്തിന്റെ പേർപ്പസിനനുസരിച്ച് നിങ്ങൾ നടത്തുന്നതാണ്. I was telling that we belong to God. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് ബിലോങ് ചെയ്യുന്നതാണ്. We don't belong to this world. നമ്മൾ ഈ ഭൂമിയിലല്ല നമ്മുടെ വാസം. We don't belong to we don't belong we were not made by money, we are not belong by this earth, but we belong to Jesus Christ. നാം ഓരോരുത്തരും ഈ ഭൂമിക്കോ നമ്മുടെ ചുറ്റിനുള്ള മനുഷ്യർക്കോ ഒന്നും അല്ല നമ്മൾ ബിലോങ് ചെയ്യുന്നത്. നമ്മൾ യേശു കർത്താവിൻ്റെതാണ്. I always tell my people, ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരോട് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, before you were born, നാം ജനിക്കുന്നതിന് മുന്നേ you did not add any plan about your birth. നമ്മുടെ ജനനത്തെ പറ്റി നമുക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു, ഒരു പദ്ധതി നമുക്കില്ലായിരുന്നു. You had a zero idea about your living on this planet. ഇതിനു മുന്നേ നമുക്ക് ഈ ഒരു ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നതിനെ പറ്റി നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു, ഒരു തോട്ട് നമുക്കില്ലായിരുന്നു. So how can you worry about this COVID, about this disease, where yet it wasn't your plan to come on this planet? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ COVID-19 പറ്റി നിങ്ങൾ ആശ്ചര്യപ്പെടുന്നത്? നമ്മൾ ഈ ഒരു ഭൂമിയിൽ ആയിരിക്കുന്നത് തന്നെ നമ്മുടെ പദ്ധതി അല്ലായിരുന്നെങ്കിൽ. I found myself born in Africa. Excuse me? I found myself that I was born in Africa. ഞാൻ ആഫ്രിക്കയിൽ ജനിച്ചതായതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. Maybe if it was my plan, I would be born in Asia or America. എന്റെ പ്ലാൻ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഏഷ്യയിലോ അമേരിക്കയിലോ ജനിക്കാൻ ഞാൻ പ്ലാൻ ഇട്ടേനെ. I'm sorry for the network. Praise God. Hallelujah. Praise Lord. Okay. It was a network error. And I was telling you this. ഞാൻ ഇന്നായിരുന്നു നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. I don't know. Are you hearing me? Yes, Pastor, we can hear you. Okay. I was telling you this. ഇങ്ങനെയായിരുന്നു നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. If we have a chance right now. Come again. If you have a chance right now. Okay. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ upon yourself. നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ, you will be desired to be a daughter of maybe Bill Gates or some big people in this world. നാം ചിലപ്പോ ഈ ഭൂമിയിലായിരിക്കുന്ന വലിയ വലിയ ആൾക്കാരായിട്ട് ബിൽ ഗേറ്റ്സിനെ പോലെയും അങ്ങനെയൊക്കെ ആയിത്തീരുവാൻ നമ്മള് ചൂസ് ചെയ്തേനെ. Because that is your own plan. പക്ഷെ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് നമ്മുടെ ഓരോരുത്തരുടെയും പദ്ധതിയാണ്.
But God has a beautiful plan for you. പക്ഷെ ദൈവത്തിന് നമ്മളെ പറ്റി ഒരു സുന്ദരമായ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ദൈവത്തിനുണ്ട്. You were born in a poor family for the reason. Have you heard me? Kasha, I did not hear that. You were born in a poor Yeah. family for the reason. നിങ്ങൾ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിങ്ങൾ ജനിച്ചത് ഒരു റീസൺ ഉണ്ട് അതിന്. You were born in Asia for the reason. നിങ്ങൾ ഏഷ്യയിൽ ജനിച്ചതിന് നിങ്ങൾ ആ ഒരു ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. I did not think of becoming a pastor or preaching people from different countries, but God had a reason why I was born in Africa. ഞാൻ ഈ ലോകത്തിലെ പല രാജ്യങ്ങളിലുള്ള ദൈവമക്കളോട് ദൈവവചനം സംസാരിക്കാനും ഒന്നും ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ അതിനെല്ലാം ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഞാൻ ആഫ്രിക്കയിൽ ജനിച്ചതിന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. I cannot keep on asking God, regretting of God, why I was born in Africa. No, I'm well contented, I'm free because God has a plan and a reason why I was born in this continent. ഞാൻ എന്തുകൊണ്ട് ദൈവമേ ഞാൻ ആഫ്രിക്കയിൽ ജനിച്ചത് എന്ന് എനിക്ക് അനുതാപത്തോടെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന് ഒരു പദ്ധതി അതിന്റെ മേലുണ്ടായിരുന്നു. And this is the reason. ഇതാണ് അതിന്റെ ഒരു പദ്ധതി. Let us go in the book of Isaiah. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. Chapter 43, we are going to start from verse 1. യെശയ്യാവിന്റെ പുസ്തകം 43 അധ്യായം 1-ാം വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. Here it says, ഇതേപോലെയാണ് പറയുന്നത്. But now thus said the Lord, ഇപ്പോഴോ യാക്കോബേ, He who created you, O Jacob, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ, who formed you, O Israel, ഇപ്രകാരം അരുളി ചെയ്യുന്നു, fear not, ഭയപ്പെടേണ്ട, I have redeemed you, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, I have called you by name, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, you are mine. നീ എനിക്കുള്ളവൻ തന്നെ. Hallelujah, hallelujah, hallelujah. ഹല്ലേലൂയ. We are His. നാം ദൈവത്തിൻ്റെതാണ്. You know how big I'm feeling right now? Come again. You know how big I'm feeling to be called a child of God? ഇപ്പോൾ എനിക്ക് എന്തുമാത്രം അഭിമാനമാണെന്ന് അറിയാവോ ദൈവത്തിന്റെ ഒരു മകനായിട്ട് എന്നെ വിളിക്കപ്പെടുന്നതിൽ. Before I was telling you, if you had a chance, you would like to be a daughter for the president, a daughter for the minister. But me, I'm more better than those people because I'm a child of God. നിങ്ങൾക്ക് ചിലപ്പോ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിന്റെ മകനാവാനോ ഒരു മിനിസ്റ്ററിന്റെ മകനാവാനോ നിങ്ങൾ ചിലപ്പം ആഗ്രഹിച്ചേക്കാം. പക്ഷെ അതിനേക്കാൾ ഒരു വലിയ പദ്ധതിയാണ് ദൈവത്തിന്റെ മക്കളാവാൻ നമുക്ക് വില കിട്ടിയത്. Let me tell you, my sisters and brothers. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ എന്റെ സഹോദരന്മാരെ, you are so big. നിങ്ങൾ ഓരോരുത്തരും വലിയവരാണ്. The heaven is yours. സ്വർഗം നമ്മളുടേതാണ്. God is your father. ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും Is the പിതാവാണ്. creator of the earth and the heaven. ഈ ഭൂമിയുടെയും ഈ സ്വർഗത്തിന്റെയും ഒക്കെ സൃഷ്ടിതാവായ ദൈവമാണ്. The Bible tells us wherever you go, there will be mine. ഞാൻ എവിടെ പോയാലും ആ സ്ഥലങ്ങളെല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന് വചനം പറയുന്നു. I don't know your name, but good. The Bible has told us that. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് എനിക്ക് അറിയത്തില്ല, പക്ഷെ ദൈവവചനം ഇങ്ങനെ സംസാരിക്കുന്നു. Where there is a name Jacob, put your name. യാക്കോബ് എന്ന് എവിടെയൊക്കെ കാണുന്ന അവിടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേരിടുക. He says, who created you, O Emmanuel? നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളുടെ ആ വചനം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം പേരിടുക. Who formed you, O Israel? ജോഷുവ വാക്യം വായിക്കൂ. നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനും. Fear not. ഭയപ്പെടേണ്ട. Don't fear corona. കോവിഡിനെ നിങ്ങൾ ഭയപ്പെടേണ്ട. Don't fear to be born in a poor family.
നിങ്ങൾ ഒരു പാവപ്പെട്ട ഫാമിലിയിൽ ജനിച്ചാലും നിങ്ങൾ ഭയപ്പെടേണ്ട. Don't fear about the disasters or what is happening around this country and whatever in the whole world. നമ്മുടെ ചുറ്റും നടക്കുന്ന നമ്മുടെ രാജ്യങ്ങളിലും നമ്മുടെ ഭൂമിയിലും നടക്കുന്ന ഓരോ കാര്യങ്ങളെ പറ്റി നിങ്ങൾ ഭയപ്പെടേണ്ട, കാര്യമാക്കണ്ട. There were statistics before. നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ where there are some people who are more educated than others. ചിലപ്പോൾ നിങ്ങൾക്ക് കാണാം ചില ആൾക്കാര് മറ്റുള്ളവരെക്കാളും വലിയവരാണ്, ശക്തരാണ്. They were saying like this. അവരിങ്ങനെയാണ് പറഞ്ഞത്, that when corona reaches Africa, കൊറോണ ആഫ്രിക്കയിൽ എത്തുമ്പോഴത്തേക്ക്, because they are illiterate, ബിക്കോസ് അവിടെ ഓരോരുത്തർക്കും പഠനം ഇല്ലാത്തതുകൊണ്ട്, because they don't have professional doctors, അവിടെ അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്, because they don't have advanced hospitals, അവിടെ ഒത്തിരി മെച്ചപ്പെട്ട ഹോസ്പിറ്റൽസ് ഇല്ലാത്തതുകൊണ്ട്, most of the part or half of Africa is going to be dead. ആഫ്രിക്കയുടെ പാതിയോളം ഈ കോവിഡ് കാരണം മരിച്ചു പോകും എന്ന് ആയിരുന്നു പറഞ്ഞിരുന്നത്. I told God, ഞാൻ പക്ഷെ ദൈവത്തോട് പറഞ്ഞു, yes, we don't have advanced doctors and advanced hospitals and we don't have everything. ശരിയാണ്, നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ കോണ്ടിനെന്റിൽ ഒത്തിരിയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ല, ഹോസ്പിറ്റൽസ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും, but I have you, Jesus. യേശു, എനിക്ക് അങ്ങ് എന്റെ കൂടെ ഉണ്ട്. I would like to tell you this, that Africa has Jesus. എനിക്ക് നിങ്ങളോട് ഇങ്ങനെ പറയണം, ആഫ്രിക്കയില് യേശു ഉണ്ട്. Because if you have your own plan, God can leave you to use your own plan. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ പദ്ധതികളാണെങ്കിൽ അത് ദൈവം നിങ്ങളുടെ സ്വന്തം വഴിയിലേക്ക് നടക്കുവാൻ ദൈവം നിങ്ങൾക്ക് അനുവാദം തരും. പക്ഷേ but we had no choice. പക്ഷെ നമുക്ക് ഒരു വേറെ വഴികളൊന്നും ഇല്ലായിരുന്നു. The choice was Jesus Christ. ഞങ്ങളുടെ ചോയ്സ് യേശു കർത്താവായിരുന്നു. Don't believe in your business and your money. നിങ്ങളുടെ ബിസിനസ്സിലോ നിങ്ങളുടെ പണത്തിലോ നിങ്ങൾ വിശ്വാസം വെക്കല്. Because money, they are just only papers. നിങ്ങളുടെ പണമൊക്കെ ജസ്റ്റ് ഒരു വെറും പേപ്പേഴ്സ് മാത്രമാണ്. Today you are rich, tomorrow you are poor. ഇന്ന് നിങ്ങൾ ചിലപ്പം നല്ല പണക്കാരായിരിക്കാം, നാളെ നിങ്ങൾ ചിലപ്പം പണമില്ലാതെ പാവപ്പെട്ടവരായി പോവാം. Today you have children, tomorrow you might lose them. ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മക്കൾ ഉണ്ടായിരിക്കും, നാളെ ആവുമ്പോഴത്തേക്ക് നിങ്ങളുടെ മക്കൾ കാണണമെന്നില്ല. But there is one person that you can't lose. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടമാകാത്ത ഒരാളുണ്ട്. And that person is Jesus Christ. ആ ഒരു ആള് യേശു കർത്താവാണ്. When we read and proceed, നമ്മൾ ഈ വാക്യങ്ങൾ വായിച്ച് താഴോട്ട് വരുമ്പോൾ, he says, I have called you by name, you are mine. ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു. I'm for God, I'm a child of God, I'm his. ഞാൻ ദൈവത്തിന്റേതാണ്, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. I'm not a child of Africa, I'm not a child of Asia, I'm a child of God. ഞാൻ ആഫ്രിക്കയുടെ ഒരു പൈതലല്ല, ഞാൻ ഏഷ്യയിൽ നിന്നുള്ളതല്ല, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. I belong to Jesus Christ. ഞാൻ യേശുവിന്റേതാണ്. When I have my problem, I get my phone and I contact the heaven direct through prayers. എനിക്ക് എന്തെങ്കിലും ഭാരങ്ങളും പ്രയാസവും വരുമ്പോഴത്തേക്ക് ഞാൻ എന്റെ ഫോൺ എടുത്ത് ഞാൻ ഡയറക്ട്ലി സ്വർഗത്തിലേക്കാണ് വിളിക്കുന്നത്. When others are calling doctors, for me I call my God. ബാക്കിയുള്ളവര് അവരുടെ ഡോക്ടർമാരെ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ സ്വർഗത്തിലേക്കാണ് വിളിക്കുന്നത്. When others are calling ambulance, for me I call my God. ബാക്കിയുള്ളവർ ആംബുലൻസ് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ എന്റെ ദൈവത്തെയാണ്. And God has not disappointed me. ഇതുവരെ എന്റെ ദൈവം എന്നെ വിഷമിപ്പിക്കാൻ ഇടവരുത്തിയിട്ടില്ല. I have seen his mercy upon my life. ഞാൻ യേശുവിന്റെ mercy ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. Here it says in verse 2. രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, when you pass through waters, നീ വെള്ളത്തിൽ കടക്കുമ്പോൾ,
I will be with you. ഞാൻ നിന്നോട് കൂടി ഇരിക്കും. And through the rivers നീ നദികളിൽ കൂടി കടക്കുമ്പോൾ shall not overwhelm you. അവ നിന്റെ മീതെ കവികയില്ല. When you walk through fire, നീ തീയിൽ കൂടി നടന്നാൽ you shall not be burned. വെന്തുപോകുകയില്ല. And the flame shall not consume you. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. For I am the Lord your God. നിന്റെ ദൈവവും യഹോവ, ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ആമേൻ. Let me tell you this, brothers. ഞാൻ നിങ്ങളോട് പറയട്ടെ, We are going to pass through difficulties. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയാസത്തിലൂടെ കടന്നു പോയേക്കാം. More diseases are coming, more difficulties are coming. ഇനിയും രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഇനിയും പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. But God will just hold you like this. പക്ഷെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അവന്റെ കരങ്ങളിൽ വഹിക്കും. You will pass in fire and it won't burn you. നിങ്ങൾ അഗ്നിയിലൂടെ കടന്നു പോയാൽ അത് നിങ്ങളെ ദഹിപ്പിക്കില്ല. You will pass in the rivers and you will be not taken overwhelmed by the water. Can you repeat that? You will pass through waters. നിങ്ങൾ വെള്ളത്തിന്റെ മീതെ കൂടെ നടക്കും. And you won't die. എന്നാലും നിങ്ങൾ അവിടെ വീണു പോകത്തില്ല. You will pass through COVID and you will not die. നിങ്ങൾ കോവിഡിലൂടെ കടന്നു പോയാലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഹാനിയും വരത്തില്ല. You are passing through poverty, but you will not die. നിങ്ങൾ ചിലപ്പം പാവപ്പെട്ടവരായ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനൊന്നും സംഭവിക്കത്തില്ല. I know you have a poor job, but I am telling you this, you will not die because of that job. Others, they don't have. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഒത്തിരി പണം കിട്ടുന്നില്ലായിരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, ആ ഒരു ജോലി കാരണം നിങ്ങളുടെ ജീവിതത്തിനൊന്നും സംഭവിക്കത്തില്ല. Others are sleeping in slum areas. ബാക്കിയുള്ളവർ സ്ലംസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അവരുടെ വാസമാക്കുന്നത്. Others are like 10 in one room. ബാക്കിയുള്ളവർക്ക് 10 പേരൊക്കെ ഒരു മുറിക്കകത്ത് കൂടി കിടക്കുവാണ്. They sleep together in a short room like this with the family, but that one will not take you or will not make you die. അവര് ഒരു ചെറിയ കുടിലിനകത്ത് അവർ ഒത്തിരി പേര് ഒരുമിച്ച് വസിക്കാം, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. That one is just for short time. അതൊക്കെ ഒരു ചെറിയ കാലത്തിലേക്ക് മാത്രമാണ്. There is a time we will remember about it. ആ ഒരു ഇങ്ങനെ നിങ്ങൾ ഈ പ്രതികൂലത്തിലൂടെ കടന്നു പോയതിനെ പറ്റിയൊക്കെ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ഓർക്കും. Time will come, you will be looking for the auditors to write the book about your life where you passed through. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്ദർഭം ഇങ്ങനെ വന്നേക്കാം, നിങ്ങളെ പറ്റി നിങ്ങൾ ഏതൊക്കെ പ്രതികൂലത്തിലൂടെ കടന്നു പോയോ അതിനെ പറ്റി എഴുതാൻ വേണ്ടി ഓരോ ഓതേഴ്സ് വന്നേക്കാം. The life you are passing today is a testimony for tomorrow. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന പ്രതികൂലം, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ജീവിതം നാളത്തെ ഒരു സാക്ഷ്യമായി മാറും. Don't ignore your testimony. ആ ഒരു സാക്ഷ്യം നിങ്ങൾ നിസ്സാരമായി കണക്കിടരുത്. The more you suffer, the more testimony will testify. നിങ്ങൾ എത്രത്തോളം കൂടുതൽ പ്രയാസത്തിലൂടെ പോകുന്ന അത്രത്തോളം കൂടുതൽ സാക്ഷ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. I'm telling you, my brothers and sisters and pastors in this place. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നു, എന്റെ പ്രിയ സഹോദര സഹോദരിമാരെ, പാസ്റ്റർമാരെ, ദേവദാസന്മാരെ. Don't be changed for the situation. Don't let the situation to change you. നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങളെ ഓരോരുത്തരെയും ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ ഇടവരുത്തരുത്. Don't run to Islamic religion because they are giving some money. നിങ്ങൾ ഇസ്ലാം അങ്ങനത്തെ ഓരോ റിലിജിയൻസിലോട്ട് ഓടി ചെല്ലരുത്. അവർ നിങ്ങൾക്ക് ചിലപ്പോ പൈസ തന്നേക്കാം. This is just for short time. ഈ ഒരു പ്രയാസം അല്പനിമിഷത്തേക്ക് മാത്രമാണ്. If there is no other ways of giving you food, God will use birds to feed you. നിങ്ങൾക്ക് ഭക്ഷണം ഇല്ലാതെ ആയിരിക്കുമ്പോഴത്തേക്കും ദൈവത്തിന് പക്ഷികളെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫുഡ് നിങ്ങളുടെ അടുക്കൽ എത്തിക്കാം. God has 1,000,000 times
a million thousand, a million what plans for you. ദൈവത്തിന് നിങ്ങളെ പറ്റി അനേക പ്ലാൻസ് ദൈവത്തിന്റെ കയ്യിലുണ്ട്. Because the Bible has told us ദൈവവചനം നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നു, that we are his. നാം ദൈവത്തിൻ്റെതാണ്. Can you, maybe if you are somehow rich, can you let your children die of hunger? നിങ്ങൾ നിങ്ങളുടെ പൈതങ്ങളെ വിശപ്പ് കാരണം മരിക്കാൻ ഇടവരുത്തുമോ? We are working for our children and our future. നാം ഓരോരുത്തരും ജോലി ചെയ്യുന്നതൊക്കെ നമ്മുടെ ഫ്യൂച്ചറിനും നമ്മുടെ പൈതങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ്. And also God is working for our children and our future too. അതേപോലെ തന്നെ ദൈവം നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി നമ്മുടെ പൈതങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ദൈവം ഇപ്പം ഓരോ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. You see, sometimes we think that we want to be okay, we want to be rich, we want to live in a good life. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോയേക്കാം, നമുക്ക് ഒത്തിരി പണം ഉണ്ടാവണമെന്ന്, നമുക്ക് നല്ലൊരു ജീവൻ നയിക്കണമെന്നും ഒക്കെ നമ്മൾ ചിന്തിച്ചു പോയേക്കാം. But God loves to see you in the good life than the way you love yourself to be in the good life. പക്ഷെ ദൈവം നമ്മളെ ഒരു നല്ലൊരു ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്നത് കാണാൻ ദൈവം സന്തോഷിക്കുന്നു. Some people think that God loves the poor. ചില ആൾക്കാർ ഇങ്ങനെ വിചാരിക്കുന്നു, ദൈവത്തിന് പാവപ്പെട്ട ആൾക്കാരെയാണ് കൂടുതൽ ഇഷ്ടം. God does not get a loss if he become a millionaire. ദൈവത്തിന്റെ പക്കൽ ഒരു നഷ്ടവും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് ഒരു മില്യണിയർ ആയി കഴിഞ്ഞാൽ ഒരു നഷ്ടം ഉണ്ടാവത്തില്ല. Because കാരണം you will save millions of poor people. നിങ്ങള് അനേക പാവപ്പെട്ട ആൾക്കാരെ നിങ്ങളെ രക്ഷിക്കാൻ കഴിയും നിങ്ങളെ കൊണ്ട്. Praise God. Amen. Praise the Lord. Praise God. Praise the Lord. Hallelujah. God is going to work upon your lives. ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. Things are going to start changing and you are going to see it by your eyes. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തൊട്ട് ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നു. അത് If you don't believe in me, believe in the Jesus Christ that I accepted. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ച യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക. I'm not here for decoration. I'm not here to just exciting people. I'm not here for a joke. I'm not here for something like this. I'm here for a reason, and that reason Jesus Christ has told you. ഞാൻ നിങ്ങളുടെ മധ്യ ആയിരിക്കുന്നത് ഒരു ജോക്കായിട്ടോ അല്ലെങ്കിൽ ഒരു കറക്ഷന് വേണ്ടി ഒന്നും അല്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ മധ്യ ആയിരിക്കുന്നത് യേശുക്രിസ്തുവിന് വേണ്ടിയാണ്. God is planning good things ahead of your life. നിങ്ങളുടെ ജീവിതത്തിലെ പറ്റി ദൈവം ഒത്തിരി നല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. God is going to lift you up in your family. നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ദൈവം കരങ്ങളിൽ വഹിക്കാൻ പോകുന്നു. May God choose you upon your family to be ahead of it. നിങ്ങളുടെ കുടുംബത്തിന്റെ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവം ചൂസ് ചെയ്യട്ടെ. അതിന്റെ ഒരു ഹെഡ് ആവും. May God use you the way he like. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് ദൈവം നടത്തട്ടെ. Because I know God's plan are always good towards our lives. ദൈവത്തിന്റെ പ്ലാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി അത് എപ്പോഴും നല്ലതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Some of you are going to get married soon. I'm telling you this. നിങ്ങളിൽ പലരും ഈ അടുത്ത കാലങ്ങളിൽ തന്നെ വിവാഹിതരായി ആവാൻ പോകുന്നു. You know, sometimes when I'm preaching, I reach time when I talk what I feel inside me. The Holy Spirit is telling me. ചിലപ്പോ ഞാൻ സംസാരിക്കുന്ന ഇടയിൽ എനിക്കിഷ്ടമുള്ളതിനേക്കാളും ഞാൻ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കാറുണ്ട്. Miracles are going to start opening and happening in your life day and day. നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ ദിനം പ്രതി നടക്കുന്നത് നിങ്ങൾ കാണാൻ പോകുന്നു. There are some gospel singers in this group. ഈ ഒരു ഗ്രൂപ്പിന്റെ അകത്ത് തന്നെ ഒത്തിരിയും ഗോസ്പൽ സിംഗിങ് ഡിവോഷണൽ സിംഗേഴ്സ് ഇവിടെ ഉണ്ട്. But God is going to use you the way
is going to use you more extremely higher than you think. എന്നാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നതിന് അപ്പുറമായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരും ഉപയോഗിക്കാൻ പോകുന്നു. People without jobs, നിങ്ങളുടെ ഇടയിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. the Bible has told them that worry not. Come again. The Bible has told them that worry not. Don't worry. ദൈവവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങള് നിരാശരാവണ്ട. Don't worry about what you will eat, about what you will dress, about how you will survive. God has a huge plan for you. എന്ത് കഴിക്കും, എന്ത് ഉടുക്കും എന്ന് നിങ്ങൾ ഭാരപ്പെടേണ്ട എന്ന് ദൈവവചനം പറയുന്നു. നിങ്ങളെ പറ്റി ഒരു പദ്ധതി ദൈവത്തിനുണ്ട്. You know what? നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ? Some of you have seen me on Zoom. നിങ്ങളിൽ ചിലര് എന്നെ സൂമിലൂടെ കണ്ടിട്ടുണ്ട്. Next time you are going to see me on televisions and whatever, preaching the gospel. അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്നെ കാണുന്നത് ടിവിയിലൂടെയും ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നതായിട്ടായിരിക്കാം. I wasn't born in a rich family. ഞാൻ ഒരു പണമുള്ള ഒരു കുടുംബത്തിലല്ല ജനിച്ചു വളർന്നത്. I grew up with my mom. ഞാൻ എന്റെ അമ്മയുടെ കൂടെയാണ് ജനിച്ചു വളർന്നത്. I was cared by my mom. എന്റെ അമ്മയാണ് എന്നെ പോറ്റി പുലർത്തിയത്. But God used me. പക്ഷെ ദൈവം എന്നെ ഉപയോഗിച്ചു. But God has made me something great that I. Can you repeat that, Pastor? God has made me something great that even I didn't expect to be. പക്ഷെ ദൈവം എന്നെ ഞാൻ ഉദ്ദേശിച്ചതിലും അപ്പുറമായിട്ട് എന്നെ ഒരു വലിയവനാക്കി ദൈവം എന്നെ നിർത്തിയേക്കുന്നു. That is the same way God is going to do you. ഇതേപോലെ തന്നെയാണ് ദൈവം നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. You know what? നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? You know what? ഒരു കാര്യം അറിയാവോ? This is not drama. ഇതൊരു ഡ്രമ്മർ അല്ല. This is not passing time. Okay. ഇത് ഒരു സമയം കളയുന്ന ഒരു പരിപാടിയല്ല. But I know. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം. I know my God. എനിക്ക് എന്റെ ദൈവത്തെ അറിയാം. And he has never disappointed me. ആ ദൈവം എന്നെ ഒരിക്കലും വിഷമിപ്പിക്കാൻ ഇടവരുത്തിയിട്ടില്ല. Whenever I call his name, he always answer my prayers. ഞാൻ എപ്പോഴൊക്കെ എന്റെ ദൈവത്തിന്റെ നാമം വിളിച്ച് അപേക്ഷിച്ചിട്ടുണ്ട്, അന്നേരമൊക്കെ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്. And I'm praying to all of you people. ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം അപേക്ഷിക്കുകയാണ്. God to use you in more 20 years, Christian to be more with a big number in India than any other religion. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ ഓരോരുത്തരെയും ഈ നിങ്ങളുടെ രാജ്യത്തിൽ, ഇന്ത്യ എന്ന രാജ്യത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. And God is not going to use other people. God is going to use you. ദൈവം ബാക്കിയുള്ളവരെ അല്ല ഉപയോഗിക്കാൻ പോകുന്നത്, ദൈവം നിങ്ങളെ ഓരോരുത്തരെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. Don't undermine yourself. Don't fear yourself. You are big with Jesus Christ. നിങ്ങളെ തന്നെ ചെറിയായിട്ട് കാണരുത്. നിങ്ങൾ ഭയപ്പെടരുത്. ദൈവം നിങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾ വലിയവരാണ്. Don't see yourself as someone who is on a low ground. നിങ്ങൾ ഒരു താഴ്ന്ന പ്രദേശത്തുള്ള ഒരു താഴ്ന്ന ആൾക്കാരായിട്ട് നിങ്ങൾ കാണരുത്. God will make a path where there is no path. ദൈവത്തിന് വഴിയില്ലാത്ത സ്ഥലത്തൂടെ ഒരു വഴി ഉണ്ടാക്കുവാൻ ദൈവം ശക്തനാണ്. When they were coming from Egypt, ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്ന് വരുന്ന സമയത്ത് they reached on the sea. അവര് ഒരു കടലിന്റെ മുന്നിൽ എത്തിപ്പെട്ടു. And there was no way. അവിടെ അവർക്ക് മുന്നിലോട്ട് പോകാൻ ഒരു വഴിയില്ലായിരുന്നു. Then they turned to Moses. അവർ അന്നേരം മോശയിലേക്ക് തിരിഞ്ഞു നോക്കി. Asking Moses, മോശയോട് ഇങ്ങനെ ചോദിച്ചു, really, have you got out from Egypt to die from here? നിങ്ങൾ മോശെ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് ഇവിടെ വരുത്തിയത് ഇവിടെ വെച്ച് ഈജിപ്തിൽ മരിക്കാനാണോ? Moses told them, fear not, we have God.
മോശ ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ദൈവം നമ്മളോട് കൂടെയുണ്ട്. God can make a way where there is no way. ദൈവത്തിന് വഴിയില്ലാത്ത സ്ഥലത്തും വഴി ഉണ്ടാക്കുവാൻ ദൈവം Even ശക്തനാണ്. waters can hear God. വെള്ളത്തിന്റെ അനുഭവങ്ങളിൽ ദൈവം അവിടെ ഒരു വഴി ഉണ്ടാക്കാം. Mountains worship God. ഈ മൗണ്ടൻസ് ദൈവത്തെ ആരാധിക്കുന്നതാണ്. Every creature fears God. എല്ലാ സൃഷ്ടികളും ദൈവത്തെ ഭയപ്പെടുന്നതാണ്. And the good thing that we have, അതിലൊരു നല്ല കാര്യം അതിലൊരു നല്ല കാര്യം കാണാൻ പറ്റുന്നത്, we were created in his image. നാം ഓരോരുത്തരും അവന്റെ ഒരു ഇമേജിലാണ് നാം ഓരോരുത്തരും. In all creatures that were created on this planet, ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ഓരോ സൃഷ്ടികളിലും a human being is the one resembling God. ഒരു മനുഷ്യൻ മാത്രമാണ് ദൈവത്തെ റിസംബിൾ ചെയ്യുന്നതായിട്ടുള്ളത്. Glory be to him. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. Hallelujah. ഹല്ലേലൂയ. I'm sorry if I have gone beyond the minutes. എന്റെ സമയപരിധിയിൽ നിന്ന് കൂടുതൽ എടുത്തെങ്കിൽ ക്ഷമിക്കുക. But I would like to stop from this verse. പക്ഷെ ഈ ഒരു വാചനോടും വായിച്ച് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. Again, I'm in Isaiah chapter 49. യെശയ്യാവ് 49-ാം അധ്യായം verse 14. 14-ാം വാക്യം. It says, അതിങ്ങനെ പറയുന്നു, but Zion said, സിയോനോ, the Lord has forsaken me. യഹോവ എന്നെ ഉപേക്ഷിച്ചു. My Lord has forgotten me. കർത്താവ് എന്നെ മറന്നു കളഞ്ഞു. But here the verse 15. 15-ാം വാക്യത്തിൽ, can a woman forget her nursing child? ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? Can a woman forget her nursing child? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? That should have not compassion of the son of her womb. അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. Now I'm asking you. ഞാൻ ഇപ്പോ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. Can you forget your baby? നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മറക്കാനാവുമോ? Maybe if your baby is around 12, 13, you can forget. But a baby of 1 week. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിലപ്പം ഒത്തിരി പ്രായമായവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറന്നേക്കാം. പക്ഷെ ഒരാഴ്ച പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിങ്ങൾ മറക്കുമോ? This question goes to only ladies. Men are out of it because they don't know the pain of giving birth. ഞാൻ ഇവിടെ പുരുഷന്മാരെ മാറ്റി നിർത്തുന്നത് ഈ ഒരു ചോദ്യം നിങ്ങൾ സ്ത്രീകളോടാണ് ചോദിക്കുന്നത്. When a woman is still having that pain of giving birth, പ്രസവത്തിന്റെ വേദനയോടെ ആയിരിക്കുന്ന ഒരു സ്ത്രീക്ക് can she get her or his child? അവൾക്ക് അവളുടെ പൈതലിനെ മറക്കാനാവുമോ? Maybe if she can. ചിലപ്പോ അവൾക്ക് മറക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. But God can't. ചിലപ്പോ അവൾക്ക് മറക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷെ ദൈവം മറക്കത്തില്ല. God cannot forget you. ദൈവത്തിന് നിങ്ങളെ മറക്കാൻ ആവത്തില്ല. God cannot forget your name. ദൈവത്തിന് നിങ്ങളുടെ പേര് മറക്കാൻ ആവത്തില്ല. I want you to first see your background, where you came from. നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ഞാൻ നോക്കുന്നു. I think he was God you to be here. Can you see that again? I think was God's plan you to be in this generation. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പദ്ധതിയാണ് ഈ ഒരു ജനറേഷനിൽ നിങ്ങൾ ആയിരിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതിയാണ്. People died at 4 years, people died at 10 years, people died at 15 years, but because you were in the God's plan, that's the reason why they did not die.
പലരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 വയസ്സിലും 10 വയസ്സിലും 15 വയസ്സിലും ഒക്കെ മരിച്ചവരുണ്ട്. പക്ഷെ നിങ്ങൾ ഇതുവരെ മരിക്കാതെ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. No one has control about death, only Jesus Christ. മരണത്തിന് വേറെ ആർക്കും കൺട്രോൾ ഇല്ല, യേശുവിന് മാത്രമേ ഉള്ളൂ അതിന്റെ മേൽ കൺട്രോൾ ഉള്ള. We don't have the experiments of making a liver. A liver inside the liver or kidney or what? There are no machines making them. നമുക്ക് നമ്മുടെ ഭൂമിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, നമുക്ക് ഒരു മെഷീൻ ഒന്നും ഇല്ല ഒരു ലിവർ ഉണ്ടാക്കാൻ, നമ്മുടെ ലിവർ ഉണ്ടാക്കാൻ ഒരു മെഷീൻ ഇല്ല. Where are the machines that can make a human being apart from robot? എവിടെയാണ് നമുക്ക് നമ്മുടെ ഭൂമിയിൽ മെഷീൻസ് ഉണ്ട്, ഒരു ഹ്യൂമനെ ഉണ്ടാക്കാൻ മെഷീൻസ് ഉണ്ടോ? Do you want to know? Because I have one machine I know. എനിക്ക് ഒരു മെഷീനെ അറിയാം. Do you want to know it? നിങ്ങൾക്ക് അത് അറിയണോ? That machine is our God. ആ ഒരു മെഷീൻ നമ്മുടെ ദൈവമാണ്. Is the one who can change your rotten liver and brings a fresh one and just treat you like a perfect doctor. നിങ്ങളുടെ ചീത്തയായിട്ടുള്ള സ്വഭാവങ്ങളെല്ലാം മാറ്റി ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്കാൻ ദൈവത്തിന് കഴിയും. God has a lot of spares for you. ദൈവത്തിന് നിങ്ങൾക്ക് കുറെ സ്പെയർ പാർട്സ് ഉണ്ട്. Praise God. Praise the Lord. I love you people. എനിക്ക് നിങ്ങൾ ഓരോരുത്തരോട് സ്നേഹം തോന്നുന്നു. But I tell you this. പക്ഷെ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയട്ടെ, I can deceive that I love you more than the way God loves you. എനിക്ക് നിങ്ങളോട് ഇങ്ങനെ പറയാനാവത്തില്ല, എനിക്ക് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാളും എനിക്ക് സ്നേഹമുണ്ട് എന്ന് എനിക്ക് പറയാനാവത്തില്ല. May you receive what you are yearning for. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് May you receive what you have been praying for in Jesus' name. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കട്ടെ. Praise God. Amen. Praise the Lord. Yeah, may you receive what you have been yearning for. May you receive what your goals. May you receive why we are praying and fasting for these 3 days. നിങ്ങൾ ഈ 3 ദിവസമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അത് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. My God is a live God. എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാകുന്നു. Is the one who defeated the devil. എന്റെ ദൈവം സാത്താനെ ക്രൂശില് ഡിഫീറ്റ് ചെയ്തവനാണ്. And he is alive. അവൻ ജീവിക്കുന്നു. And you are the temple of God. അവന്റെ മന്ദിരമാണ് നിങ്ങൾ ഓരോരുത്തരും. God lives in you. ദൈവം നിങ്ങളുടെ ഉള്ളില് ജീവിക്കുന്നു. The 3 gentlemen live in you. നിങ്ങളുടെ ഉള്ളില് 3 ആൾക്കാരാണ് ജീവിക്കുന്നത്. The Son and the Holy Spirit and the Father, they all live in you. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവർ 3 പേരും നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ജീവിക്കുന്നു. So you are so great. അവൻ അത്രയും വലിയവനാണ്. Allow me to stop here. ഞാൻ ഇവിടെ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. And thank you for inviting me. നിങ്ങളുടെ ഓരോരുത്തരോടും എന്നെ ഇന്ന് ഇൻവൈറ്റ് ചെയ്തതിൽ ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. And I would like to meet you again. നിങ്ങളെ വീണ്ടും കാണാൻ ദൈവം സഹായിക്കട്ടെ. I'm praying to God. ഞാൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. That the moment this corona ends up, ഈ കോവിഡ് കാലഘട്ടം തീരുന്ന നിമിഷത്തില് we meet physically. നമുക്ക് ഓരോരുത്തർക്ക് മുഖാമുഖം കാണാൻ ദൈവം സഹായിക്കട്ടെ. And God will do it. ദൈവം നമ്മളുടെ ഇടയിൽ ഇറങ്ങി വരും. I have to meet you people.
എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ കൊതിയാവുന്നു. God doesn't make a mistake. ദൈവം ഒരു അബദ്ധം ഒരിക്കലും വരുത്തത്തില്ല. You see, there is a time when we see that God has made a mistake of this one dying, but God doesn't make. Praise God. Can you repeat that? I have seen sometimes we think that God has made a mistake. ചിലപ്പോൾ നമ്മൾ of maybe someone dying or losing some of your best friend, and you think God has made a mistake, but God doesn't make a mistake. ചിലപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളും അടുത്ത പ്രിയപ്പെട്ടവരും ഒക്കെ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം ഇതിലൊരു മിസ്റ്റേക്ക് വരുത്തിപ്പോയി. പക്ഷെ ദൈവം ഒരു മിസ്റ്റേക്ക് ഒരിക്കലും വരുത്തത്തില്ല. Me to speak with you tonight, God has a reason as to why. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കുന്നതിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. And I'm waiting for the testimony. ഞാൻ ആ ഒരു സാക്ഷ്യത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. Praise God. Praise the Lord. I would like to Sorry, Pastor, can you repeat that? We lost you. I would like to show you my brothers this side. Come again. I would like to show you my brothers and sisters this side. എനിക്ക് എൻ്റെ സഹോദരി സഹോദരനെയും നിങ്ങളെ പരിചയപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. We are in the same ministry. Our ministry is called Good News. എൻ്റെ മിനിസ്ട്രിയുടെ പേര് ഗുഡ് ന്യൂസ് എന്നാണ്. And their pastor. അവര് പാസ്റ്റർ ദേവദാസന്മാരാണ്. Yeah, we are planning. We are going to build and buying a land. ഞങ്ങള് ഒരു വസ്തു വാങ്ങിക്കാനും അവിടെ ഒരു ബിൽഡിംഗ് പണിയാനും ഒക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. I did not wait to raise 40 years, then I start serving God. When God called me, I heard and I responded quickly. ദൈവം എന്നെ വിളിച്ച് ആ നിമിഷം തന്നെ ഞാൻ ഇറങ്ങി. ഞാൻ ദൈവം വിളി കേട്ടിട്ട് ഞാൻ 40 വർഷമൊന്നും നോക്കി നിന്നില്ല. I did not want to act like the way Moses did, saying that I don't know how to speak. How can I go back to Pharaoh? How can I do this? No, for me, I don't have all those questions. മോശ പറഞ്ഞതുപോലെ ദൈവമേ എന്നെ കൊണ്ട് ഇത് ആവത്തില്ല എന്നൊന്നും ഞാൻ എന്നെ ദൈവം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല. Also, Jeremiah was saying that I'm still young. യെരമ്യാവ് ഇതേപോലെ പറഞ്ഞു, ദൈവമേ ഞാൻ ഇപ്പോഴും ബാലനാണെന്ന്. I don't know how to speak. എനിക്ക് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല എന്ന് യെരമ്യാവ് പറഞ്ഞു. I know here there are some professors and some professional people who have read a lot of books, who knows a lot of English. But let me tell you this, you may know a lot of English, but when you don't have the Holy Spirit and the calling of God, nothing you can say. നിങ്ങൾ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ കുറെ പ്രൊഫഷണൽസും പ്രൊഫസേഴ്സും ഒത്തിരിയും പുസ്തകങ്ങൾ വായിച്ച് അറിവുള്ള ആൾക്കാരായിരിക്കാം. പക്ഷെ ദൈവം നിങ്ങളോട് ഞാൻ അത് കാര്യമാക്കുന്നില്ല. As people are looking for the jobs, I was looking the job in the heaven. ആൾക്കാര് ബാക്കിയുള്ളവര് ജോലി നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ സ്വർഗത്തിലേക്കുള്ള ഒരു ജോലി നോക്കുമായിരുന്നു. Okay, I would like to show you some of them. Then after we have a short prayer and I conclude. എനിക്ക് എന്റെ സഹോദരന്മാരെയൊക്കെ കാണിച്ചു തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. Okay, Joan. Okay. No, but Joan, pola. No, yeah. Praise God. Yeah, I'm silent. Praise God. Amen. Praise God. Let them greet them. Yeah, praise God. Praise God. Praise God. Yeah.
meet you guys. നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ ദൈവം സഹായിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. It's a so blessing to have you, to meet you. നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ ദൈവം സഹായിച്ചതിൽ ഒരു വളരെ നന്ദിയുണ്ട്. Because I know God will create more blessings between you and us, because this is not in vain. This meeting is not in vain. കാരണം ഈ ഒരു മീറ്റിംഗിലൂടെ ദൈവം പ്ലാൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയാം. ഈ ഒരു മീറ്റിംഗ് വെറുതെ അല്ല എന്നറിയാം. I thank God for this blessing, because who are we? ഈ ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ to interact with you. Some of you, maybe you are doctors, you are professors, but in Jesus' name we're together. ഈ ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയതിന് ഞാൻ ദൈവത്തെ അതിയായ നന്ദി പറയുന്നു. നാം ഓരോരുത്തരും ആരാണ്? ദൈവമില്ലാതെ നാം ഓരോരുത്തരും ആരാണ്? നമ്മൾ ചിലപ്പം പ്രൊഫസേഴ്സ് ആയിരിക്കാം, നമുക്ക് ഡോക്ടേഴ്സ് ആയിരിക്കാം, പക്ഷെ ദൈവം ഇല്ലാതെ നമ്മൾ ആരാണ്? With those few words, I'll make Derek Sebulime. Oh, some of the brother like to do, he called me Sebulim. I wish you all the best, the blessing of our Lord Jesus. I wish you the steadfast love of our Lord Jesus. Blessed be with you and peace be with you. നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ ദൈവം സഹായിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. Okay. Only breathing and telling you her name. Namaste, 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 all of you. Namaste. My name is Rita Charity. Nice to meet you. Nice to meet you too. Amen. Yeah, those are my brothers from Africa and my sisters. നിങ്ങൾ എന്നെ ഇപ്പൊ കണ്ടത് എന്റെ സഹോദരിയും സഹോദരനുമാണ്. And thank you for being patient for long. ഇത്രയും നേരം എന്റെ കൂടെ ആയിരുന്നതിന് നിങ്ങൾ ഓരോരുത്തരും നന്ദി പറയുന്നു. But don't forget that you are children of God. നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാണ്. Praise God. Amen. Praise the Lord. I can't hear you. Hello, Pastor. Can you hear me? Okay, I can hear you now. Okay, good. Okay, let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Go ahead and pray. We bless your name. Thank you for this moment. Thank you for each and everything, Jesus. Thank you for the congregation that have gathered here to hear your name. We bless your name. We lift your name higher, Jesus Christ. Thank you, my King of Kings. May you bless ladies and gentlemen that are in this church. Isaiah for the Jesus. They called us by your name and he knows us well, Jesus Christ. May you work upon their problems, O Lord Jesus. May you work upon their families' problems, O Lord Jesus. Others, they are looking for job, Jesus. May you grant them good jobs, O Lord Jesus. May you heal who are sick, O Lord Jesus Christ. I know you can do it. I know you have never failed. I know you are perfect, Jesus. Work upon their life, work upon their businesses, work upon their family, Jesus. Work upon others and ministers, Jesus Christ.
others are singing in church, others are pastors, others are evangelists, to hear Jesus. Work upon their life, Jesus. Work upon, because you are the one who called them. They did not have a choice of being Christian, Jesus Christ. It was your plan, and you knew them before they were born, and you knew them, Jesus Christ. May you work upon them. May Jesus Christ, these people have been fasting for 3 days. They are yearning for each and everything. Everyone has his own mission. Jesus Christ, may you come and work upon them. I call upon your Holy Spirit. I call the power of Jesus Christ. I call upon the power of Jesus Christ. I call his hand upon the ladies and gentlemen in this church, Lord Jesus. May your right hand work. May you do something great upon these people, Jesus Christ. May you expand their businesses, O Lord Jesus Christ. May you expand their years, O Lord Jesus Christ. May you heal the ones that are sick, O Lord Jesus Christ. Oh, Jesus Christ, others are studying Jesus Christ. May you grant them with the knowledge and capacity to understand Jesus Christ. May you grant them with the degrees and whatever, Lord Jesus Christ. I know others are from your family, Jesus Christ. But use them, Jesus. Use them to Jesus, because you created them and you know them. You cannot forget their name. You cannot forget them, Jesus Christ. Work upon their lives, Jesus Christ. Work upon whatever they're yearning for. Work upon Jesus Christ. I'm your servant, Jesus Christ. They are here upon my prayers. May you hear my prayers upon these people, Jesus Christ. May you hear my prayers, oh Lord Jesus Christ. I would like to hear the testimony from India. I would like to hear the testimony from Africa. I would like to hear the testimony from Asia and whatever. Everyone that is hearing, oh Lord Jesus, may you do something great. And we will testify your name. And we lift your name high, Jesus Christ. And I have prayed through your name, Jesus Christ. Amen. 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 God bless you. Evangelist Samuel, God bless you. Sim Panula, God bless you. Vita C. John, God bless you. Really, I'm so proud. I think I'm going to leave. I see another one. Mahima Anu Joseph, God bless you. I think. Let's see. Okay, Joshua Jose, God bless you too. Sherina Salas. My brother Juju Boaz, I see now you're on duty. God bless you too. Yeah. Thank you, Pastor Emmanuel. I see Bobby Thomas, God bless you. Faba Jose, God bless you. Nina Jose, God bless you. Annie, God bless you. Pastor John Paul, God bless you too much. Rhys Reggie, God bless you. And thank you. Thank you, Pastor Emmanuel. We are glad